ഇഷ്ടമാകും എല്ലാവർക്കും ടൈറ്റിലും അതിന്റെ പരിപാടികളും ആ ഒരു ജോണറും ഒക്കെ എങ്കിലും ഒരു വലിയ ഐഡിയ ആകാം. അപ്പം സംഭവം തുടങ്ങി വെച്ചിട്ട് 3 പേരും അവിടെ കൈകിട്ട് നിൽക്കുന്നുണ്ട്. പ്ലീസ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യാണ് കേട്ടോ. അഭിഷേക് ഇതെല്ലാം നമ്മള് സ്ക്രീനിൽ കണ്ടത് നമ്മള് എല്ലാവരും ഒന്നും കൂടെ ഒന്ന് പേടിപ്പിക്കാനുള്ള പ്ലാനാണ്. ആക്ച്വലി ഇവിടെ വന്നപ്പോ തൊട്ട് കുറെ പ്രേതപ്പാട്ടുകളാണ് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്നത്. അപ്പൊ ഇതായിരുന്നു അതിന്റെ പുറകിലെ ഒരു ഗുട്ടൻസ് അല്ലേ? ഞാനിത് എഴുതുമ്പോഴേ ഈ പാട്ടൊക്കെ കേട്ടോണ്ടാണ് എഴുതിയത്. കാരണം കുറേ നാള് ട്രിവാൻഡ്രത്ത് താമസ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വളവിനെ പറ്റി, സുമതി വളവ്. അന്ന് ഒരു തവണ അവിടെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതിനുശേഷം ഒരു 5 ദിവസം മുന്നേ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുമായി വീണ്ടും രാത്രി 12 മണിക്ക് ആ വളവിൽ പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അടിക്കണ്ട, അതിനേക്കാൾ അടിച്ച് നെഞ്ചിടിച്ചിട്ട് ഞങ്ങൾ പോയത്. പക്ഷെ ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന തിരുവനന്തപുരത്തുള്ള സുമതി വളവിനെ പറ്റിയല്ല ഞങ്ങൾ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം. ആ ഒരു നമ്മൾ കേട്ട് മറന്നേക്കുന്ന ആ ഒരു പേടിയെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ അതിനെ ഒരു ഫിക്ഷണൽ സ്റ്റോറിയിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ തയ്യാറെടുപ്പുകൾ വേണമെന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പാടിക്കേട്ട പാട്ടുകൾ ഒരു പാട്ടായിരുന്നു വിനയൻ സാറിൻ്റെ തന്നെ പുതുമഴയായി ആകാശങ്കലെ പാട്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ തവണ മാറി 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 ഇവിടെ ഇട്ടൊരു പാട്ടാണ് മണിച്ചിത്രത്താഴിലെ ഒരു മുறை വന്ന് പാർത്തായി പഴന്തമിഴ് പാട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ പറയുന്നത്, ഈ സിനിമ ഞങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം 93 കാലഘട്ടമാണ്. 93-ന് വലിയ പ്രത്യേകതയുണ്ട്. 93-ൽ ഒരുപാട് മലയാള സിനിമയ്ക്ക് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ളൊരു വർഷമാണ്. അതിലൊരു വലിയ ഹിറ്റാണ് മണിച്ചിത്രത്താഴ്. അപ്പോൾ ആ സിനിമ റിലീസായ വർഷം സംഭവിക്കുന്ന കഥയായിട്ടാണ് ഞങ്ങൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം. 93-ന് മറ്റൊരു പ്രത്യേകതയുണ്ട്. വിഷ്ണു ശശിശേഖരൻ്റെ അച്ഛൻ്റെ ആദ്യ സിനിമ സംഭവിച്ച വർഷം കൂടെയാണ്. അതിന് നാഷണൽ അവാർഡ് കിട്ടിയ വർഷമാണ്. അപ്പം ഇതെല്ലാം കൂടെ എഴുതി ഒത്തു വന്നപ്പോൾ ബ്രിട്ടീഷുകാരെയും 18-ാം നൂറ്റാണ്ടും ഒക്കെ അതിനകത്ത് കയറ്റി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായി അത് മാറി. അങ്ങനെയാണ് മാളികപ്പുറത്തിന് ശേഷമുള്ള അടുത്ത സിനിമ സുമതിവളവാക്കുന്നത്. പിന്നെ സാധാരണ ഞാൻ എപ്പോഴും രാത്രിയാണ് കൂടുതൽ എഴുതാറുള്ളത്. പക്ഷേ ഈ സിനിമ ഞാൻ പകലിരുന്ന് എഴുതിയത്. കാരണം അത് എഴുതി വരുമ്പോൾ എനിക്ക് പേടിച്ചാൽ മാത്രമേ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർ പേടിക്കും. അല്ലെങ്കിൽ ഞാൻ കഥ പറയുമ്പോൾ വിഷ്ണു പേടിക്കും എന്നുള്ളതുകൊണ്ട് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ഇന്ന് എഴുതാൻ പോകില്ല. കാരണം എനിക്ക് നല്ല പേടി എനിക്ക് വരും. അതിന് പകൽ എഴുതിയിട്ട് ഇതിൻ്റെ റീവർക്ക് മുഴുവൻ ഞാനും വിഷ്ണുവും ചേർന്ന് രാത്രിയിലാണ് ചെയ്തത്. അപ്പോൾ വിഷ്ണുവും ഞാനും ഞങ്ങൾ എഴുതിയ സ്ഥാനം നാളെ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ഇപ്പം വേണേൽ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് വേണം പറയാം. പക്ഷെ നാളെ അതിൻ്റെ ഔട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റൂ. ഇപ്പം ഈ കണ്ടത് ഞങ്ങളുടെ മനസ്സിലുള്ളൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് എത്തിയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഞാനിപ്പോൾ ചെയ്ത അവസാനത്തെ ലാസ്റ്റ് പടം അത് റിലീസാവാൻ തയ്യാറെടുക്കുകയാണ്. അർജുനാണ് അതിലെ ഹീറോ. അതിൻ്റെ ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിഷ്ണു, നമ്മുടെ വിനയൻ സാറിൻ്റെ മകൻ. വിഷ്ണു എവിടെയോ ഉണ്ടായിരുന്നു. അപ്പം അതിലെ നായകനും അർജുനാണ്. അവൻ തന്നെ ഇതിലേക്ക് വന്നപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായി. കഥ പറഞ്ഞ് ലൊക്കേഷനിൽ തന്നെ ഞാൻ കാര്യങ്ങൾ ഓക്കെ ആക്കി. അങ്ങനെ അഭിലാഷേട്ടന്റെ സ്ക്രിപ്റ്റ് ആവുമ്പോൾ കഥ എന്തായാലും അടിപൊളിയായിരിക്കും. നമുക്ക് അങ്ങനെ അനുമാനിക്കാം അഭിലാഷേട്ടാ. അതെ ചുമ്മാ അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഇത് ഞങ്ങളുടെ 3 പേരുടെ സിനിമയല്ല. ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ പുറകെ നമുക്ക് വിളിക്കാം. ഇപ്പം ഇതെനിക്ക് തോന്നുന്നു സ്റ്റേജിലേക്ക് നമ്മൾ വിളിക്കേണ്ട ഒരാള് എനിക്ക് തോന്നുന്നു ഹീറോ ആയിരിക്കും. പിന്നല്ല, അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്. ഇവിടെ എങ്ങും വന്നിരിക്കാതെ അല്ലേ, ഒരു വലിയ എളിമയോട് കൂടി നമ്മുടെ അർജുൻ ചേട്ടൻ ഹലോ, നമസ്കാരം. അപ്പം രോമാഞ്ചത്തിലൂടെ നമ്മുടെ ഒപ്പം അനാമികയായിട്ട് വന്നിട്ട്, അനാമികയുടെ കൂടെ മാത്രമല്ല ഇപ്പൊ ഒരു 3ാമത്തെ കക്ഷിയാണ് കൂടെ. അത് അടുത്ത പടത്തിൽ മനസ്സിലാവും. അതിനുശേഷം പിന്നെ നമ്മുടെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീണ്ടും പേടിപ്പിച്ചു. ഇതിപ്പോ എന്താണ് ചേട്ടാ, സുമതിയോടൊപ്പം വന്നിട്ട് പേടിപ്പിക്കാനാണോ ചേട്ടന്റെ പ്ലാൻ? കഥ പറഞ്ഞിട്ടില്ല. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ കഥയൊക്കെ അറിയാം. 2018 കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ആദ്യം കേൾക്കണം. ഞാൻ കഥ അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കകത്ത് ഇറങ്ങിയിട്ടാണ്. അർജുന കാർ വാഷ് പറയുന്നത്.
അന്ന് ഈ കഥ കേട്ടപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പിന്നെ എന്നെ വിളിച്ചില്ല ഒരു 1.5 വർഷത്തോളം. അല്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എല്ലാത്തിനും അതിന്റെ സമയമുണ്ടെന്ന് പറയും. കാരണം അന്ന് തുറന്നു പറയാം, അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട്. അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ്. ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിലൊരു ഏകദേശം ഒരു 6 വർഷത്തിന്റെ ഗ്യാപ്പ് വന്നു. പക്ഷെ 6 വർഷവും ആ കഥ ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ സംസാരിച്ചുകൊണ്ട ഒരാളാണ് അർജുൻ. പിന്നെ ലാസ്റ്റ് പടത്തിലൂടെ കെട്ടിപ്പിടിച്ച് സെറ്റാക്കി. അപ്പൊ എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ചാണ്. അപ്പോൾ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇപ്പൊ സുഹൃതി വളവ് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് വഴിയെ പറയുന്നതാണ്. ഇപ്പൊ പറഞ്ഞ് കൊളവാക്കാനുള്ള രഞ്ജൻ ചേട്ടൻ കൊളവാക്കിയ പോലെ ഇല്ല, കുഴപ്പമില്ല. ഞങ്ങൾ നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. അപ്പൊ പിന്നെയും മറക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് അത് പൊട്ടിച്ച്. വളരെയധികം സന്തോഷം. അപ്പൊ ഇതേ സപ്പോർട്ട്, ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോൾ വേണം. ഞങ്ങളുടെ പടം മാത്രമല്ല, ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഇനി കൈനീട്ടി സ്വീകരിക്കുക. താങ്ക് യു സോ മച്ച്.